കോടതിയുടെ അതിശക്തമായ ഇടപെടൽ കൊണ്ടാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ നിശിതമായ വിമർശനം കേട്ടിട്ടാണെങ്കിൽ പോലും KP ശങ്കരദാസ് ജയിലിലേക്ക് പോയി. ജയിലിലെ ഹോസ്പിറ്റൽ സെല്ലിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ രാവിലെ മെഡിക്കൽ ബോർഡ് കൂടി ഇന്നലെ രാത്രി 8 മണിക്ക് ശങ്കരദാസിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ മെഡിക്കൽ സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം തന്നെ മുരാരി ബാബു, NSSൻ്റെ പെരുന്ന ശാഖയുടെ കരയോഗത്തിൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻ്റോ ഒക്കെ ആയിരുന്ന മുരാരി ബാബു പുറത്തിറങ്ങുകയും ചെയ്തു. സ്വാഭാവികമായി ജാമ്യം കിട്ടി. 90 ദിവസത്തിനകത്ത് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടും. പിന്നെ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്താണ്. ഫെബ്രുവരി 1 ആകുമ്പോൾ ഒന്നാം പ്രതിയായിട്ടുള്ള മുഖ്യ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 90 ദിവസം തികയുകയാണ്. അദ്ദേഹത്തിനും സ്വാഭാവിക ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചും CRPC പഴയ CRPC അനുസരിച്ചും ഒരു പ്രതിയെ പിടിച്ചാൽ, അല്ലെങ്കിൽ പ്രതിയെ ആരോപിക്കുന്ന ആളിനെ പിടിച്ചാൽ, കുറ്റവാളിയെ പിടിച്ചാൽ 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കണം. അല്ലാതെ അനന്തമായി ഇട്ടേക്കാൻ പറ്റില്ല. പക്ഷേ ഇത് 90 ദിവസത്തിനകത്ത് കുറ്റപത്രം കൊടുക്കാൻ ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ട് വേണം, ISROയുടെ റിപ്പോർട്ട് വേണം. കുറ്റപത്രം ഒരാളിന് മാത്രമായിട്ട് കൊടുക്കാൻ കഴിയില്ല. ഒരു കേസിനെ മൊത്തത്തിൽ പരിഗണിച്ച് വേണം കൊടുക്കാൻ. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഉന്നതന്മാരുമാണ്. രാഷ്ട്രീയക്കാരുണ്ട്, സെലിബ്രിറ്റികളുണ്ട്, വലിയ ഉന്നതന്മാരാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ പരിമിതിയാണ് SITക്ക് ഉള്ളത്. എന്തായാലും ഒരാൾ അകത്താണ്, ഒരാൾ പുറത്താണ്. അപ്പോൾ 13 പേരായിരുന്നു ആദ്യം ജയിലിലായിരുന്നത്. മുരാരി ബാബു ഇറങ്ങിയതോടുകൂടി 12 ആയി. പക്ഷേ KP ശങ്കരദാസ് അകത്ത് കയറിയപ്പോൾ വീണ്ടും അത് 13 ആയി. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ് ശബരിമല കേസിലെ. ED വളരെ കൃത്യമായി ഒരു അറസ്റ്റ് ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഉടനെ നാളെ മുതൽ ചിലപ്പോൾ തിങ്കളാഴ്ച മുതൽ ചിലപ്പോൾ ചോദ്യം ചെയ്ത് തുടങ്ങും. അതിൽ ഈ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണനും കടകംപള്ളി സുരേന്ദ്രനും PS പ്രശാന്ത് ഇപ്പോൾ കുരുങ്ങാൻ പോകുന്നത് 2025 PS പ്രശാന്ത് ഒരിക്കൽ കൂടി സ്വർണം പൂശാനായിട്ട് കട്ടളയൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ വേറെ ചില ഉന്നതന്മാരുണ്ട് എന്നുള്ള മൊഴി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് PS പ്രശാന്തും ഒന്നുകൂടി കുരുങ്ങാനുള്ള സാധ്യതയാണ്. ED PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമല കേസ് EDയുടെ കോർട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിനിടയിൽ ഇന്നലെ നരേന്ദ്രമോദി ഇന്നലെ തിരുവനന്തപുരത്ത് വന്ന് പ്രഖ്യാപിച്ചു, ശബരിമല കൊള്ളയിലുള്ള എല്ലാവരെയും അകത്താക്കും. അതിന് BJP സ്റ്റേറ്റിൽ അധികാരത്തിൽ വന്നിട്ടാണോ, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് നടക്കുന്നൊരു കേസല്ലല്ലോ. അപ്പോൾ എന്തായാലും ഉടനെ വരാൻ സാധ്യതയില്ലല്ലോ. അതോ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് എല്ലാവരെയും അകത്താക്കുമോ? ഇതാണ് ഒരു ചോദ്യം. മോദി പറഞ്ഞത് ഒരു ചോദ്യമായി നിൽക്കുകയാണ്. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ ശബരിമലയുടെ ഈ പ്രശ്നങ്ങൾ ഉണ്ട്. EDയുടേതായ ലിസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അവിടെ കടകംപള്ളി സുരേന്ദ്രനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീങ്ങുന്നു. കാരണം അവർ പറയുന്നതിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ട്. കുഞ്ഞുങ്ങളുടെ പരിപാടിയാണെന്ന് ആദ്യം വീട്ടിൽ പോയത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്കാന്ന് പറഞ്ഞു. പിന്നെ അത് അപ്പൻ്റെ ബർത്ത്ഡേ ആയി. പിന്നെ അത് അവിടെ ഇരുന്ന് എന്തോ ഫ്രൂട്ട്സോ എന്തോ എടുത്ത് ഇതൊക്കെയാണ് പറയുന്നത്. ഒരു സാമാന്യ ബോധത്തിനും യുക്തിക്കും നമ്മുടെ സാധാരണ ചിന്തയ്ക്കും നിരക്കാത്ത കാര്യങ്ങളാണ് കടകംപള്ളി സുരേന്ദ്രനൊക്കെ പറയുന്നത്. ഞാനൊരു ഗിഫ്റ്റും കൊണ്ടുപോയില്ല, അവിടെ ഇരുന്ന ഏതോ കുറേ ഫ്രൂട്ട്സോ എന്തൊക്കെ എടുത്ത് അങ്ങോട്ട് കൊടുത്തു. ഒരു വീട്ടിൽ ചെന്ന് അവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടെടുത്ത് കൊടുത്ത് അത് ഫോട്ടോ ആക്കുമോ? അല്ലെ അങ്ങനത്തെ ഒരു പാക്കറ്റാണോ കൊടുക്കുന്നത്? പിന്നെ രാജു അബ്രഹാമിനെ ഞാൻ വിളിച്ചു, അതുവഴി പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് വേണ്ട കൺഫ്യൂഷനാണ്. അപ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. എന്തായാലും സമഗ്രമായ അന്വേഷണം, അതിസമഗ്രമായ അതിതീവ്രമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട് എന്നതിലേക്കാണ്. വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും രാജു അബ്രഹാമിനെയും പ്രതിഭയെയും അടക്കമുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തേണ്ട ആവശ്യമാണത്. കേവലം ഒരു മൊഴിയെടുക്കലിൽ മാത്രം നിൽക്കേണ്ടതല്ല. കൃത്യമായി കസ്റ്റഡിയിൽ വാങ്ങി, അവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങി വളരെ കൃത്യമായി കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടുന്ന ഒരു നിലയിലേക്കാണ് ശബരിമല കേസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുവാനുള്ള ഒരു ആർജവും ഊർജവും ഒരു ധൈര്യവും ഒക്കെ SITക്ക് ഉണ്ടോ എന്നതാണ്
ഈ 90 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 100 ദിവസം കഴിയുമ്പോൾ ശബരിമല വിഷയം പൊതുസമൂഹത്തിൽ വന്നിട്ട് ഏകദേശം 3 മാസം കഴിയുന്നു. 3 മാസം കഴിയുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യം, എത്ര ഉന്നതനായാലും അവർ പറയുന്ന മൊഴികളിലെ വൈരുദ്ധ്യം കൊണ്ട് തന്നെ, അവർ പത്രക്കാർക്കൊക്കെ പറയുന്ന ബൈറ്റുകളിലെ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് തന്നെ സ്വയം കുഴിക്കുന്ന കുഴികളിൽ സ്വയം പ്രധാനാർത്ഥം അവർ വീഴുകയാണ് എന്ന് തിരിച്ചറിയാതെ, അവർ പറയുന്ന ഓരോന്നും തിരിച്ചടിയായി അവർക്ക് ബൂമാറാങ്ങായി വരുമെന്ന് തിരിച്ചറിയാതെ, രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നത്, പിന്നെ പറയുന്ന, അങ്ങനെ മാറ്റി പറയുന്ന ആ ഒരു സംവിധാനത്തിൽ 8 വർഷം മുമ്പ് ഇതൊന്നും ഓർമ്മയില്ല, അൾഷിമേഴ്സാണെന്ന് പറയുകയാണ്. എല്ലാവർക്കും അൾഷിമേഴ്സാണ്. ശബരിമല കേസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അൾഷിമേഴ്സാണ്, ഓർമ്മയില്ല. വളരെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ശബരിമല കേസിൽ പെട്ടിരിക്കുന്ന എല്ലാവരെയും പുറത്തു കൊണ്ടുവരാൻ അതിസമഗ്രമായ പുതിയ അന്വേഷണം തന്നെ വേണ്ടിവരും. SITയിൽ ഈ കാര്യങ്ങൾ നിൽക്കില്ല. SIT കുറ്റപത്രം കൊടുക്കട്ടെ. തൊണ്ടി മുതൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് വേറൊരു വിഷയമായി, ഒരു നിഗൂഢതയായി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ED ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ, ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതാണ് EDയുടെ ഏറ്റവും വലിയ ഇപ്പോൾ ഒരു പ്രത്യേകത. SIT അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. പിന്നെ അവർ റിപ്പോർട്ടൊക്കെ കൊടുക്കുന്ന രീതിയിലേക്ക് അവർ മാറുന്നു. അപ്പോൾ ഒരു വശത്ത് റിപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് SIT മാറുന്നു. ED അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു വല്ലാത്തൊരു അസന്നിഗ്ധ ഘട്ടത്തിലാണ് ശബരിമല കേസ് കയറി നിൽക്കുന്നത്. ഇനി സുപ്രീം കോടതിയുടെ, എന്തുകൊണ്ടത് സുപ്രീം കോടതിയിൽ ആരും പോകുന്നില്ല എന്നൊരു ചോദ്യവുമുണ്ട്. സുപ്രീം കോടതിയുടെ കൂടെ വിധി വന്നാൽ ഇത് CBIയെ ഏൽപ്പിക്കാൻ ഉള്ള സാധ്യതയാണ് ഇനിയിപ്പോൾ പരിശോധിക്കപ്പെടേണ്ടത്. അതിലൂടെ ഇന്റർപോളിൻ്റെയും കൂടി ഒരു സഹായം വെച്ചുകൊണ്ട് ശബരിമലയിലെ ആരൊക്കെ, എന്തൊക്കെ, ഏതൊക്കെ നിലയിൽ ശബരിമലയിൽ ബന്ധപ്പെട്ടു എന്നുള്ളതിൻ്റെ വളരെ വിശദമായ വിവരങ്ങൾ പുറത്ത് വരാനുണ്ട്. വന്നത് വളരെ കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അതാണ്. ഇനിയും ഒത്തിരി ആളുകൾ, അതിനിടയിലാണ് തന്ത്രി ഇതിനകത്ത് ഡയറക്റ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്ത്രി ഭാഗികമായി സമ്മതിച്ചതായി SITയുടെ ഔദ്യോഗികമല്ലാത്ത വിവരങ്ങളായി പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ SIT ഇനി ബാക്കി കൂടി ഒരിക്കൽ കൂടി ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി കർശനമായ ഏജൻസികൾ, CBI പോലുള്ള ഏജൻസികൾ ചോദ്യം ചെയ്താൽ, തന്ത്രി തന്നെ ഇതിൻ്റെ കിങ് പിനാണോ, മാസ്റ്റർ ബ്രെയിൻ തന്ത്രിയാണോ? അങ്ങനെ തന്ത്രിയാണെങ്കിലും മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് എന്താണ് ഇതിനകത്ത് കണക്ഷൻ? മന്ത്രിമാർക്ക് എന്താണ് ഇതിനകത്ത് ബന്ധം? ആരാണിത് കണക്ട് ചെയ്തത്? എവിടെ ഇരുന്നാണ്, ആരുടെ ടേബിളിൽ ഇരുന്നാണ്, അല്ലെങ്കിൽ ആരുടെ വീട്ടിലിരുന്നാണ്, അല്ലെങ്കിൽ ആരുടെ മുറിയിൽ ഇരുന്നാണ്, അല്ലെങ്കിൽ ആരൊക്കെ തമ്മിൽ ടെലിഫോൺ നടത്തിയാണ്, ഫോണിക് സംഭാഷണം നടത്തിയാണ് ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കിയത് എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഒരാളാണോ, ഒരു സംഘം ആളുകളാണോ, അത് ഗൂഢാലോചനയിലൂടെ വന്നതാണോ എന്നുള്ള ഒരു ചർച്ച ആണ് ഇനി വരാനുള്ളത്. തീർച്ചയായിട്ടും ശബരിമല വല്ലാത്ത രീതിയിലേക്ക് അത് മാറുകയാണ്. വളരെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടല്ലാതെ ശബരിമലയെക്കുറിച്ച് നമുക്കൊന്നും ഫൈനാലിറ്റിയിലേക്ക് എത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.